ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രൻ പള്ളോട്ടാണ്. ദ സീക്രട്ട് ഓഫ് മൈ ആർട്ട് എന്ന യൂട്യൂബ് ചാനലിലെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കൂടി അത് ഒരു പെൻസിൽ, ഷെയ്ഡിങ്ങിൻ്റെ പെൻസിലിന് ഞാൻ 6B ആണ് ഉപയോഗിക്കാറ്. ഇത് നടരാജിൻ്റെ പെൻസിലാണ്. ഇത് ഫേബർ കാസ്റ്റിൻ്റെ പെൻസിലാണ്. ഇത് 6B. ഓക്കെ, ഇത് ഡംസിൻ്റെ 6B ആണ്. ഓക്കെ, ഇത് രണ്ടും ഇന്ത്യയാണ്. ഇത് രണ്ടും ഇന്ത്യയത്. ഇത് ഇന്ത്യതല്ല, ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്, പക്ഷേ ഇത് ബ്രാൻഡഡ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് വളരെ കുറവാണ് സബ്സ്ക്രൈബർ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരു ഉത്സാഹം ഉണ്ടാവും. ഞാൻ കൂടുതൽ നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം ഇതിനെ കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഏതാണ് സ്മൂത്ത് എന്ന് ഞാൻ പറഞ്ഞുതരാം ചെയ്യുന്ന സമയത്ത്. ഇത് കഴിഞ്ഞു. ഇത് നടരാജിൻ്റെ. ഓക്കെ, പക്ഷേ നടരാജിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാലേ, നമ്മൾ ഷാർപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ലെഡ് പൊടിഞ്ഞു പോന്നു. അതറിയില്ല എന്താണ്. ഇത് നമ്മുടെ ഫേബർ കാസ്റ്റ്. ഓക്കെ, ഏറ്റവും ബെറ്ററായി തോന്നുന്നത് ഇതിനെ കൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. പൊടിഞ്ഞു പോവുകയും ചെയ്യില്ല, സ്മൂത്താക്കിയിട്ട് എടുക്കാനും പറ്റുന്നില്ല. ഷെയ്ഡിങ്ങും ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഈ ബ്രാൻഡഡ് പെൻസിലിൻ്റെ അതിൻ്റെ ഗ്രേഡായിട്ട് ബെറ്ററായി തോന്നുന്നു. ഓക്കെ, എനിക്ക് ഏറ്റവും കൺവീനിയൻസ് ആയിട്ട് തോന്നുന്നത് ഇതാണ് കേട്ടോ. നല്ല സ്മൂത്ത്, നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓരോ വർക്കും ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിനൊന്ന് കോൺഫിഡൻസ് എത്തിക്കണം. ഏത് വർക്ക് ചെയ്യുമ്പോഴും നല്ല ടൂൾസ് വേണം, അല്ലേ? 1-2 മതി, കൂടുതൽ വേണമെന്നില്ല. ഒരുപാട് ടൂൾസ് ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് നല്ല 2-3 ടൂൾസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്തൊക്കെ ഉപയോഗിക്കും? ടിഷ്യൂ ഒക്കെ മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലുള്ള ബ്രഷുകളാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതുപോലത്തെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഉണ്ടോ, ഇത്തരം ബ്രഷുകളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. ജസ്റ്റ് ഇങ്ങനെ എടുക്കാം. ഓക്കെ, നല്ല ലൈറ്റ് കിട്ടണമെങ്കിൽ ഈ ഫേബർ കാസ്റ്റിൻ്റെ പെൻസിൽ നല്ല ലൈറ്റ് കിട്ടും. ഇത് വേറെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നടരാജിൻ്റെ 4-5 പ്രാവശ്യം ഞാൻ ഇതിന് ഷാർപ്പ് ചെയ്യുന്നു. പൊടിഞ്ഞു പോയി അവസാനം ചെറിയൊരു കുട്ടിയിലത്ര വലിപ്പമായി. നോക്കി, കുട്ടി പെൻസിൽ. അതാ, എന്താ ചെയ്യുക അല്ലേ? അടുത്തത് ഇതിനൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ പുതിയ കമ്പനി നമ്മൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതല്ല, പരീക്ഷിക്കാതിരിക്കുന്നതല്ല. പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബ്രാൻഡഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ ആ ഒരു റിസൾട്ട് ഗുഡായിരിക്കും. കോൺഫിഡൻസ് കിട്ടും. വർക്ക് ചെയ്യുമ്പോഴേ ടൈം വേസ്റ്റായി പോയില്ല. ഞാനത് പിക്ചർ കുറേയൊക്കെ ചെയ്തത് ഈ 3 കൊണ്ട് ചെയ്തിനി. പക്ഷേ ഏറ്റവും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയതും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതും പെൻസിൽ ഈ ഗ്രേഡ് പെൻസിലാണ്. ഇതാണ് നല്ല പെൻസിൽ. ഓക്കെ, നിങ്ങളൊന്ന് പരീക്ഷിക്കണം കേട്ടോ. പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പെൻസിലല്ല, വരകൾ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊന്നും കൂടി പറയുന്നത്. കൂടുതൽ ടൂൾസൊന്നും വേണ്ട, 2-3 ടൂൾസ് മതി. ചെറിയത് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് എത്തിക്കുക. ഓക്കെ സുഹൃത്തുക്കൾ, അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്താ ചെയ്യും?